ഹായ് ഫ്രണ്ട്സ്, ആരംഭ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ അഡീനിയം പ്ലാനിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ്. ഒത്തിരി പേര് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കഴിഞ്ഞ ഓർഡർ ഇട്ടതിന് ശേഷം ഒത്തിരി പേര് ഇതുപോലെ വെയിറ്റ് ചെയ്യണം, നമുക്ക് പ്ലാൻസ് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്റ്റോക്ക് കളക്ഷനായിട്ട് താമസിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ഒരു എന്താ പറയുക, ഒരു ബ്രേക്കിന് ശേഷം ഒരു ചെറിയ ഓഫറായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലാനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഓഫറിലുള്ള പ്ലാൻസിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാലോ, ചെറിയ പ്ലാൻസാണ്. ഈ പ്ലാൻസ് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെയിലായിരിക്കുന്ന സൈസാണ് ഈ പ്ലാന്റ്. ഇപ്പോൾ അതിൽ ഓരോരുത്തർ വളർത്തിയിട്ട് കുറേ അപ്ഡേഷൻ എനിക്ക് ഡെയിലി ഇട്ട് തരുന്നുണ്ട്, ഈ ചൂട് സമയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. ഈ സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓരോരുത്തർ ഇട്ടേക്കുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും, അവർക്ക് വിരിഞ്ഞ ഫ്ലവറുകൾ കാര്യങ്ങൾ എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫ്ലവർ തന്നെയാണ് വിരിഞ്ഞത് എന്ന് അവർ അപ്ഡേറ്റ് ഇട്ട് തരുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. പ്ലാൻസിൻ്റെ സൈസ് ചെറുതാണ്, നമ്മുടെ റേറ്റും അതേപോലെ ചെറുതാണ്. കാരണം ഇത് ഒരു പ്ലാന്റാണ് നിങ്ങൾ മേടിക്കണമെങ്കിൽ 120 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അതേസമയം നിങ്ങൾ 5 പ്ലാന്റാണ് എടുക്കുന്നതെങ്കിൽ 110 രൂപ വീതവും, 10 പ്ലാന്റാണ് എടുക്കുന്നതെങ്കിൽ 99 രൂപ വീതവും, 20 പ്ലാന്റാണ് എടുക്കുന്നതെങ്കിൽ 95 രൂപ വീതവും മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പ്ലാന്റ് സൈസ് ചെറുതാണ്, ഭയങ്കര വലിയ സൈസോ പ്രൊഡക്ട്സോ ഒന്നും ഉള്ള പ്ലാന്റ് അല്ല. ഞാനത് വീഡിയോ തന്നെ പറയുന്നുണ്ട്. ചെറിയ സൈസാണ്, ആ ചെറിയ വിലയിൽ നിങ്ങൾക്ക് വാങ്ങി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഓഫറിലുള്ള പ്ലാൻസാണ്. അത് ദയവായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ചെറിയ പ്ലാൻസ് ചെറിയ കാശിന് മേടിച്ചിട്ട് വലിയ സൈസ് പ്രതീക്ഷിക്കരുത്. ഞാനത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്ലാൻസ് എല്ലാം സെയിൽ ചെയ്യുന്നത്. അത് ദയവായിട്ട് മനസ്സിലാക്കുക. ഈ പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ വേറൊരു സൈസ് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വലുതായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഇത് കുറച്ച് കൂടെ നീളമുള്ള പ്ലാന്റ്സാണ്. ഇതിൻ്റെ ലീഫെല്ലാം പോയതുകൊണ്ടാണ്. ലീഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു സൈസ് തോന്നിച്ചാണ്. പക്ഷേ ലീഫെല്ലാം പൊഴിച്ചിട്ട് മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കൈ കിട്ടുമ്പോൾ ഇതിൻ്റെ കോഡക്സ് ഞെങ്ങിയിരിക്കും, ഉറപ്പായിട്ടും ഞങ്ങളുണ്ടാവും. അത് വെള്ളം കുറഞ്ഞിട്ടാണ്, അത് വീക്കായിട്ടോ ചീഞ്ഞിട്ടോ ഒന്നുമല്ല പ്ലാന്റ്. വെള്ളം കുറഞ്ഞതിൻ്റെ കംപ്ലയിൻറ്റ് കാരണം വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട, പ്ലാന്റ് കിട്ടിയാലുടനെ തന്നെ ഈ പ്ലാന്റ് മൊത്തത്തിൽ ഒരു 20 മിനിറ്റ് സാഫ് കലക്കി അതിനകത്ത് മുക്കി വയ്ക്കുക. അടുത്ത ഒരു 20 മിനിറ്റ് കോഡക്സ് മാത്രമായിട്ട് മുക്കി വയ്ക്കുക. പ്ലാന്റ് വീണ്ടും ഓക്കെ വന്നോളും. ഉറപ്പായിട്ടും നിങ്ങൾ ഇതെല്ലാം കേട്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് മേടിക്കുക ദയവായിട്ട്. കാരണം അത്രത്തോളം നമുക്ക് പ്ലാന്റ്സ് സെയിലായി നല്ല അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാനാണ്. അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് വീണ്ടും പറയുന്നത്. നമുക്ക് ഒരു കംപ്ലയിൻസ് പോലും അങ്ങനെ വരാത്ത ഒരു പ്ലാന്റാണ്. ദയവായിട്ട് മനസ്സിലാക്കുക. കോഡക്സ് സൈസ് ഒക്കെ മനസ്സിലാക്കുക. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ അയക്കുന്ന പ്ലാന്റ് ഡ്രൈ ആയിട്ട് അയക്കുന്ന വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ നനച്ച് കഴിഞ്ഞാണ് വീണ്ടും ഇത് ഓക്കെ ആയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് 2-3 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കൈ കിട്ടുന്ന വീണ്ടും കോഡക്സ് ഞെങ്ങിപ്പോവും, ചുളുക്ക് വീഴും, ഉറപ്പായിട്ടും ചുളുക്ക് വീഴും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാത്ത രീതിയിൽ നമുക്ക് അയക്കാൻ പറ്റത്തില്ല പ്ലാന്റ്. അപ്പോൾ അത് ദയവായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഓക്കെ, 431 എന്നുള്ള പ്ലാന്റ് ഇതാണ് സൈസ് വരുന്നത്. അതിൻ്റെ കോഡക്സും ഗ്രാഫ്റ്റ് പോർഷനും ഇതാണ്. ഇത് നിങ്ങൾ പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് ബ്രാഞ്ചസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലാന്റ്സ് വരുന്നത്. ഉറപ്പായിട്ട് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സാണ്. അത്രയ്ക്കും സെയിൽ നടത്തി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്ര ഉറപ്പിൽ പറയുന്നത് കേട്ടോ. ഇതേപോലെയുള്ള മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റ്സുകൾ കണ്ടോ, പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സാണ്. മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റ്സുകളും കൂടാതെ മദർ പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ്സുകളും എല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കാറ്റലോഗ് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. നല്ല കോഡക്സ് സൈസും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ മദർ പ്ലാന്റ്സുകളും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആദ്യം കേൾക്കുന്ന ആൾക്കാരൊന്നും അവർക്കൊന്നും മനസ്സിലാവില്ല. അവർ കംപ്ലയിൻറ്റ്സ് പറയാൻ തുടങ്ങും. അതുകൊണ്ട് മാത്രമാണ് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ദയവായിട്ട് നമ്മൾ വീഡിയോസ് സ്ഥിരം കാണുന്നവർ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്മോൾ സൈസിലുള്ള അഡീനിയം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ഈ ഏതാണ്ട് ഒരു 30ഓളം കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഡീറ്റെയിൽസും കളേഴ്സ് ഷെയ്ഡ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ
ഇട്ടുതരാം. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും ആദ്യം കിട്ടുക. പിന്നെ എന്താ പറയുക, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് ഇടുന്ന കളറായിരിക്കില്ല നാളെ ഇടുന്നത്. സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് അപ്ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്ലാൻസ് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഗ്രാഫ്റ്റ് പോർഷനോ കാര്യങ്ങൾക്കോ ചീച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളം കുറഞ്ഞതല്ലാത്ത കംപ്ലൈൻറ്റ്, ചീച്ചിലായിട്ടാണ് എന്ന് ഉറപ്പ് നമ്മൾക്ക് വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാനിൻ്റെ ക്യാഷ് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്യുന്നതാണ്. വെറുതെ വന്ന് തർക്കിച്ച് അത് ചീച്ചിലാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുത്. കാരണം നമുക്കത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാൻ പറയും. നിങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് തരാൻ പറയും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അപ്ഡേറ്റ് തരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്ലാൻസിന് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റീഫണ്ട് ആയിരിക്കും ചെയ്യുന്നത്. അല്ലാതെ വെറുതെ പ്ലാൻസും കിട്ടി കാശും കിട്ടും എന്നുള്ള രീതിയിൽ ആരും ട്രൈ ചെയ്യരുത്. ദയവായിട്ട് പറയുകയാണ്. കുറേ അങ്ങനെ നടന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഓരോരുത്തർ വന്ന് വെറുതെ വന്ന് തർക്കിച്ച് അത് ചീച്ചിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഓരോരുത്തർ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും സമ്മതിച്ച് തരുന്നതല്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്ലാൻസിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. എല്ലാ പ്ലാൻസും അങ്ങനെ ആയിരിക്കില്ല, എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ ആയിരിക്കണം എന്ന് അല്ല പറയുന്നത്. ചിലർ വളരെ തന്ത്രപരമായിട്ട് പെരുമാറുന്നവരുണ്ട്. അതുകൊണ്ട് പ്രൂഫ് ഇല്ലാണ്ട് ഒരു രീതിയിലും ഞങ്ങൾ ഒരു കംപ്ലയിൻസും നോക്കുന്നതല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.